പിന്നെ രണ്ടു കൂട്ടർക്ക് ഓക്കെ ശരിക്ക് നമുക്ക് ഈ കല്യാണം നടത്താം. അതന്നെ കണ്ടിട്ട് അവർ തമ്മിൽ സെറ്റ് ആയി തോന്നണം. നമുക്ക് പെട്ടെന്ന് ഉറപ്പിക്കാം. എന്തൊരു പൊരുത്തം. എന്തെങ്കിലും ചോദിക്കാണ്ട് എന്നോട്? നിങ്ങൾ എത്ര വരെ പഠിച്ചിരിക്കണേ? ഞാൻ +2 വരെ പഠിച്ചിട്ടുള്ളൂ. ഇപ്പത്തെ കാലത്ത് ഒരു ഡിഗ്രി പോലും ഇല്ലാത്ത ചെക്കനെ ഞാൻ ഇപ്പൊ എങ്ങനെ കല്യാണം കഴിക്കാം? വേറെ എന്തെങ്കിലും ചോദിക്കാണ്ട? വേറെ ഇപ്പോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കാറുണ്ടോ? ഇവളെന്തൊക്കെയാണ് ചോദിക്കണത്? കാറില്ല. കാറ് നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് EMI ആയിട്ട് വാങ്ങാലോ. അതൊക്കെ പോട്ടെ, നിങ്ങൾക്ക് എന്താ ജോലി? ജോലി ഞാൻ ദുബായിലാണ്. ഇപ്പത്തെ കാലത്തൊരു ദുബായിക്കാരെന്നൊക്കെ പറയുമ്പോ അതൊരു കുറച്ചിലല്ലേ? എന്ത് കുറച്ചില്? ഇജ്ജ് കുറെ നേരമല്ല. ഞാനൊന്ന് അങ്ങോട്ട് ചോദിക്കട്ടെ. എടി ഇജ്ജ് എന്ത് വരെ പഠിച്ച്? ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ്. സെക്കൻഡ് ഇയർ അല്ലേ? അല്ലാതെ പാസ്സായിട്ടൊന്നുമില്ലല്ലോ. അന്റെ ഈ വീടേ അത് വാടകയ്ക്കല്ലേ? അതൊക്കെ പോട്ടെ. അന്നെ കല്യാണം കഴിച്ച് എനിക്ക് എന്ത് കിട്ടും പറയും? എടാ എന്താണ് പ്രശ്നം? എനിക്ക് പെണ്ണിന് ഇഷ്ടമായില്ലേ? പെണ്ണിനെ എനിക്ക് ഇഷ്ടമായിക്കണ്. പക്ഷെ പെണ്ണിനെ ലോകത്തില്ലാത്ത ഡിമാൻഡ്. കല്യാണം കഴിക്കാൻ വന്ന ചെക്കന്റെ കുടുംബ അഡ്രസ്സ് മുതൽ ഷെഡിന്റെ കളർ വരെ നിങ്ങളെ പെൺകുട്ടിയെ കാരണം. ഞങ്ങളെ ചെക്കന്മാർക്ക് ഇനി കുറച്ച് ഡിമാൻഡ് ഉണ്ട്. ഞാൻ എന്നെ കല്യാണം കഴിക്കണമെങ്കിലേ നീ ഡിഗ്രി 3rd ഇയർ പാസ്സായിട്ട് വാ, അപ്പം നോക്കാം. എടാ എന്തെപ്പ ഉണ്ടായി? കയ്യിന്ന് പോയിന്നാ തോന്നുന്നേ. അല്ല പിന്നെ പെണ്ണുകുട്ടികൾക്കൊക്കെ എന്തൊരു ചാടാ. സ്വന്തമായിട്ട് അവർക്ക് വീടുമില്ല, സ്ഥലമില്ല, പറമ്പുമില്ല, നടക്കാതെ ഇടവഴി പോലില്ല. എന്നിട്ട് അവരൊക്കെ ചോദ്യം. ഓം പറഞ്ഞതിൽ ഞാൻ യോജിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഭയങ്കര ഡിമാൻഡ്സ് ആട്ടോ. ഒരു പെണ്ണിനെന്ന് വെച്ചാൽ ഭയങ്കര ഡിമാൻഡ്സ്. ഇപ്പോൾ ഒരു പെണ്ണ് കാണാൻ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മ പറയണ്ട, അത്രയും വലിയ ഡിമാൻഡ്സാണ് അവർ പറയുക. ഒന്നും ഉണ്ടാവില്ല, എന്നാലും ഭയങ്കര അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ. ഭയങ്കര ഡിമാൻഡ്സാണ് ഇപ്പോൾ. പ്രത്യേകിച്ച് നമ്മൾ കണ്ണൂർ തന്നെ വെച്ചാൽ ഭയങ്കര ഒന്നും പറയണ്ട. ദുബായ്ക്കാരെ കെട്ടിച്ചു കൊടുക്കുന്നൊരു തീരുമാനമാണ് നമ്മൾ കണ്ണൂർക്കാരുടെ മൈൻഡിൽ. അങ്ങനെയല്ല, കണ്ണൂർ ചില ആൾക്കാരുടെ മൈൻഡിൽ അങ്ങനെയാണ്. എല്ലാവരും കുറ്റപ്പെടുത്തുന്നല്ല, അങ്ങനത്തെ അവസ്ഥയാണ് ഇപ്പോൾ.